ചേറിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈബ്രറിയും അതുപോലെ അതിൻ്റെ ഒരു ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഒരു കെട്ടിടം ഈ ക്യാമ്പസിനകത്ത് തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. അതിനെ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള MP-മാർ PV അബ്ദുൽ വഹാബ് ആണ് അതിന് വേണ്ടി 50 ലക്ഷം രൂപ നൽകി. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് 20 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സമദാനി സാഹിബ് അദ്ദേഹം അതിനുവേണ്ടി 35 ലക്ഷം രൂപ ഈ ചെയറിന് വേണ്ടി നൽകി. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമുക്ക് മനോഹരമായ ഒരു കെട്ടിടം, ഒരു ഹെറിറ്റേജ് ലൈബ്രറി ഒക്കെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഭാവിയിലും അതിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവരുടെയും അകമഴി നിന്നിട്ടുള്ള സഹായ സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കുക. നമുക്ക് ഈ ചെയർ സ്ഥാപിക്കാൻ വേണ്ടി ഏകദേശം 25 ലക്ഷം രൂപയാണ് ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. അതിന് ഡോണേഴ്സ് ക്ലബ് എന്നുള്ള രീതിയിൽ 5 പേരാണ് നമുക്ക് സംഭാവന നൽകിയത്. അവരെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഓർക്കുകയാണ്. അതിലൊന്ന് PA ഇബ്രാഹിം ഹാജിയായിരുന്നു. അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. അതിൻ്റെ തുടക്കത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. PV അബ്ദുൽ വഹാബാണ്. അതുവഴി ഷംസുദ്ദീൻ സാഹിബാണ് മറ്റൊരു സംഭാവന നൽകിയ ആൾ. പുത്തൂർ റഹ്മാനും അതുപോലെ യഹ്യ തലങ്കരയും. ഇങ്ങനെ 5 പേരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡെപ്പോസിറ്റ് 25 ലക്ഷം രൂപ യൂണിവേഴ്സിറ്റിയിലൊക്കെ വെച്ചിട്ടുള്ളത്. ആ തുക ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുന്നതും ഇതുവരെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചത്. ഈ സെമിനാർ വളരെ നമ്മുടെ ചെയറിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലീകരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഡെവലപ്പിംഗ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് നമ്മളതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2 ദിവസത്തിലായി നടക്കുന്ന സെമിനാറിൽ ഏറ്റവും പ്രഗത്ഭരായ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സ്കോളേഴ്സും അക്കാഡമീഷ്യൻസും ജേർണലിസ്റ്റുകളും ഒക്കെ ഇതിൽ പങ്കാളികളായി വരുന്നുണ്ട്. ദീർഘമായ ഒരു പ്രശ്നപ്പനി തുടരുന്നില്ല. സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിലുള്ള കടമീട്ടുള്ളത്. ഇതിന് അധ്യക്ഷം വഹിച്ച് നമ്മളെ അഭിസംബോധന ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ P. രവീന്ദ്രൻ അവറുകളാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇഷ്ട അതിഥിയായിട്ടുള്ളത് DK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. പ്രതിപക്ഷ നേതാവ് ഉണ്ണിയായിട്ടുള്ള അദ്ദേഹം അല്പസമയങ്ങൾക്ക് ഇവിടെ എത്തിച്ചു. ഇവിടുത്തെ കീനോട്ട് അഡ്രസ് ചെയ്യുന്നത് അവിടെ ഈ ചെയറിന് വേണ്ടി അങ്ങേയറ്റം സഹകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ MP വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ നൽകി നമ്മൾ സഹായിക്കുകയും ചെയ്തിട്ടുള്ള അബ്ദുൽ സമദ് സമദാനി സാഹിബാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
തിരിയത്ത് വഹാബ് സാഹിബ് ഇവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു. അദ്ദേഹം ഒരു വിദേശ യാത്രയിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സാഹിബ് എംഎൽഎ അദ്ദേഹം ഏതാനും സമയങ്ങൾക്കകം അദ്ദേഹം എത്തിച്ചേരും. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ ഇവിടെ നമ്മളോട് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ ബഷീർ അഹമ്മദ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ, ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ്, അഡ്വക്കേറ്റ് വി കുൽസു, ഡോക്ടർ അൻവർ അലി എന്നിവരെയൊക്കെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സാന്നിധ്യം കൊണ്ട് ഇനി വരാനിരിക്കുന്ന സെഷനുകളിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ രവികുമാർ. അദ്ദേഹം പാർലമെന്റ് അംഗമാണ്. പിസികെ എന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം അതേ പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഇളം ചെറുവേരയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ രണ്ടും ഒരു സെഷനിൽ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വജാഹത്ത് അബ്ദുള്ളയും ഇപ്പോൾ ഈ വേദിയെ അതിഥിയായി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സെഷനും അവിടെ നടക്കാനുള്ളതാണ്. അവരെല്ലാം നിങ്ങളുടെ ഒക്കെ സാന്നിധ്യത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൽ ഉടനീളം പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ അതിഥികളൊക്കെ വളരെ ദൂരെ നിന്ന് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്തെത്തിയിട്ടുള്ള അവരോടുള്ളൊരു ബഹുമാന സൂചകമായി കൂടി നമുക്ക് ബഹുമാനം അറിയിക്കാനുള്ള ഏക മാർഗം പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അവരുടെ ഓരോ പ്രസംഗങ്ങളും ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഓരോ പ്രസംഗത്തിന് ശേഷം അല്പസമയം നമ്മളൊരു ഇൻട്രാക്ഷനുകളിൽ കൂടി കണ്ടെത്തുന്നുണ്ട്. അതിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും. അത് നിർവഹിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്വാഗത പ്രസംഗം ഇവിടെ ചുരുക്കുന്നു.